മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ISL 11 സീസണിൽ ആദ്യ മത്സരം വരുന്നത് ഈ വരുന്ന ഞായറാഴ്ചയോട് കൂടിയാണ്. ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ നിലവിൽ ഇപ്പോഴും പരിക്കുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ട്രാൻസ്ഫർ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള മിഡ്ഫീൽഡർമാരുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇതിൽ രണ്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അർജുൻ ലൂണയ്ക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഡിഫൻഡർമാരുടെ പട്ടികയും പുറത്തേക്ക് വിട്ടപ്പോൾ രണ്ടാം സ്ഥാനത്ത് മിലോസിനും 8ാം സ്ഥാനത്തിൽ കൊയ്ഫിനും ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, അഡ്രിയാൻ ലൂണ നാട്ടിലേക്ക് പുറപ്പെട്ടതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആശങ്ക ഉയർത്താൻ തുടങ്ങി. ലൂണ ആദ്യ മത്സരത്തിൽ കളിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഏതായാലും ലൂണ ഇന്ന് രാവിലെയോടുകൂടി കൊച്ചി എയർപോർട്ടിൽ നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച നടക്കുന്ന ആദ്യ മത്സരത്തിൽ ലൂണ അവൈലബിൾ ആകുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുമുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, ISL മലയാള കമന്ററി കഴിഞ്ഞ സീസണിൽ സൂര്യ TV ആയിരുന്നു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ ഏഷ്യാനെറ്റ് പ്ലസിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ISL തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് ഇപ്പോൾ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. ജിയോ സിനിമ ആപ്ലിക്കേഷൻ വഴിയും സ്പോർട്സ് 18 വഴിയൊക്കെ ISL മത്സരങ്ങൾ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും. മലയാള കമന്ററി ഏഷ്യാനെറ്റ് പ്ലസിലാകും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു സുപ്രധാന അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് FCയുമായിട്ടുള്ള മത്സരം ഈ വരുന്ന ഞായറാഴ്ചയോട് കൂടിയാണ് നടക്കാൻ പോകുന്നത്. ഇതിന് മുന്നോടിയായി നടക്കുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായി എത്തുന്നത് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കാൽ സ്റ്റെയർവേയോടൊപ്പം പ്രീതം കോട്ടാലുമാണെന്ന രീതിയിലാണ് ദി ബ്രിഡ്ജിന്റെ സബ് എഡിറ്ററായിട്ടുള്ള അശ്വതി റിപ്പോർട്ടുകളായി പങ്കുവച്ചിട്ടുള്ളത്. വരുന്ന വെള്ളിയാഴ്ചയോട് കൂടിയാണ് ഇത്തരത്തിലൊരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കാനായിട്ട് പോകുന്നതും. ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ ഇന്ത്യൻ സ്ട്രൈക്കറായിട്ടുള്ള ഇഷാൻ പണ്ഡിറ്റയ്ക്ക് പരിക്കാണെന്ന രീതിയിൽ മാർക്കസ് മറുകുലാവ് മുൻപ് തന്നെ അപ്ഡേഷനുകളായി പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഗോൾഡി എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ പറയുന്നത്, ഇഷാൻ പണ്ഡിറ്റയ്ക്ക് ഇപ്പോഴും പരിക്കുണ്ടെന്നും അദ്ദേഹത്തിന് നാളെ ഒരു മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇതിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പഞ്ചാബ് FCക്കെതിരെ ഇഷാൻ പണ്ഡിറ്റ് കളിക്കുമോ എന്നൊരു കാര്യം തീരുമാനിക്കുകയുള്ളൂ എന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ റിപ്പോർട്ടുകളായി പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് വരെ വെയിറ്റ് ചെയ്യാം. ആ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇഷാൻ പണ്ഡിറ്റയുടെ പരിക്കുമായി ബന്ധപ്പെട്ട് അപ്ഡേഷൻ കോച്ച് നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസുകൾ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.